പ്രധാനമായിട്ടും 4 കാരണങ്ങൾ കൊണ്ടാണ് ഒരു ആപ്ലിക്കേഷൻ യൂണി അസിസ്റ്റിൽ സബ്മിറ്റ് ചെയ്തതിനു ശേഷം റിജക്ഷനിലേക്ക് പോകുന്നത്. ഒന്നാമത്തെ റീസൺ ഇൻകറക്റ്റ് ആയിട്ടുള്ള ഡോക്യുമെന്റ് സബ്മിഷനാണ്. അവർ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുമ്പോൾ അവരുടെ മിസ്സിംഗ് ആയിട്ടുള്ള ട്രാൻസ്ക്രിപ്റ്റ്, അതുപോലെ ട്രാൻസ്ലേഷൻ ഇൻകറക്റ്റ് ആവുക, സർട്ടിഫിക്കേഷൻ വെക്കുന്നത് പലപ്പോഴും പ്രോപ്പർ അല്ലാതെ വരിക. ഇങ്ങനെയുള്ള കാരണങ്ങളാണ് പലപ്പോഴും ആദ്യം തന്നെ ഇവരുടെ ഒരു ആപ്ലിക്കേഷൻ റിജക്ഷനിലേക്ക് പോകുന്നത്. രണ്ടാമത്തെ ഒരു കോമൺ മിസ്റ്റേക്സ് വരുത്തുന്നത് GPA കൺവേർഷനിലാണ്. ജർമ്മൻ യൂണിവേഴ്സിറ്റീസിന് അവർ ഫോളോ ചെയ്യുന്ന ഒരു ഗ്രേഡ് കൺവേർഷൻ സിസ്റ്റം ഉണ്ട്. നമ്മളുടെ ഇന്ത്യയിൽ നിന്നുള്ള കുട്ടികളുടെ ഗ്രേഡ് പോയിന്റ് ആവറേജ് അല്ലെങ്കിൽ GPA ജർമ്മൻ സ്റ്റാൻഡേർഡ്സിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോഴത്തേക്കും ഉണ്ടാകുന്ന മിസ്റ്റേക്സ് മൂലം പലപ്പോഴും അവർക്ക് അഡ്മിഷൻ കിട്ടാതെ പോകുന്നത് കണ്ടുവരുന്നുണ്ട്. മൂന്നാമത്തെ റീസൺ എന്ന് പറഞ്ഞത് കോഴ്സ് റിക്വയർമെന്റ് എന്താണെന്ന് മനസ്സിലാക്കി ചെയ്യാതെ വരുത്തുന്ന തെറ്റുകളാണ്. ഓരോ ജർമ്മൻ പ്രോഗ്രാമിനും അതിന് സ്പെസിഫിക് ആയിട്ടുള്ള എലിജിബിലിറ്റി ക്രൈറ്റീരിയാസ് ഉണ്ട്. അപ്പോൾ പലപ്പോഴും കുട്ടികൾ അത് കൃത്യമായിട്ട് മനസ്സിലാക്കാതെ ആയിരിക്കും ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്നത്. നാലാമത്തെ റീസൺ എന്ന് പറയുന്നത് ആപ്ലിക്കേഷൻ ഡെഡ് ലൈൻ ആണ്. യൂണി അസിസ്റ്റ് അവർക്ക് ഓരോ യൂണിവേഴ്സിറ്റിയുടെയും ആപ്ലിക്കേഷന് വേണ്ടിയിട്ട് വെച്ചിരിക്കുന്ന ഡെഡ് ലൈൻസ് ഉണ്ട്. ഒരു കാരണവശാലും അവർ ഒരു തരത്തിലും അത് നെഗോഷിയേറ്റ് ചെയ്യില്ല. ജർമ്മനിയിൽ ധാരാളം കുട്ടികൾ ഇപ്പോൾ പഠിക്കാനായിട്ട് പോകുമ്പോൾ ഈ യൂണി അസിസ്റ്റിന്റെ ഒരു ആപ്ലിക്കേഷൻ പ്രോസസ്സിംഗിനെ കുറിച്ച് അവർക്ക് ചിലപ്പോൾ കൃത്യമായിട്ടുള്ള ഒരു അറിവോ ധാരണയോ ഉണ്ടാവണമെന്നില്ല. ഇവിടെയാണ് ഫെയർ ഫ്യൂച്ചർ പോലുള്ള ഒരു കമ്പനിയുടെ പ്രസക്തി വരുന്നത്. നിങ്ങൾക്കൊരു ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്ന സമയം തൊട്ട് അതിന്റെ എൻഡ് ടു എൻഡ് പ്രോസസ്സിൽ ഒരു പ്രൊഫഷണൽ കൺസൾട്ടന്റിന്റെ സഹായം നിങ്ങൾക്കുണ്ടെങ്കിൽ ഈ കാര്യങ്ങളെല്ലാം തന്നെ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നുള്ളതാണ് ഞാൻ ഈ പറഞ്ഞതിന്റെ ചുരുക്കം.